നമസ്കാരം. സ്മാർട്ട് വർക്കേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിക്കാനായി പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദിയായ പെരിയാറിനെ കുറിച്ചാണ്. പെരിയാർ നദിയെക്കുറിച്ച് PSC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേദ PSCയുടെ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ കൂട്ടുകാരും ഡൗൺലോഡ് ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ മാക്സിമം വീഡിയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം പെരിയാറുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണെന്നേ. അത് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അല്ലേ. അപ്പം നമുക്കറിയാം പെരിയാറിന്റെ നീളം എത്രയാണെന്ന് അറിയാവോ? 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. അതുപോലെ പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ശിവഗിരി കുന്നുകളിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. എത്രയാണ് അതിന്റെ നീളം? 244 കിലോമീറ്റർ ആണ് അല്ലെ. അത് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നുകളിലാണ്. കേട്ടോ, ഇനി അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിൽ അറിയപ്പെട്ടെന്നറിയാമോ? ചൂർണി എന്നാണ്. കേട്ടോ, ഓർത്തു വെച്ചോണേ. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? ചാണക്യനാണ് അല്ലെ. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ വിളിച്ചിരുന്ന പേരാണ് ചൂർണി. അതുപോലെ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പെരിയാറിന്റെ പേരെന്താണെന്നറിയാമോ? പൂർണ്ണ എന്നാണ്. കേട്ടോ, ഓർത്തു വെച്ചോണേ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ പെരിയാർ നദിയുടെ മറ്റൊരു പേരാണ് ആലുവാപ്പുഴ. പെരിയാറിന്റെ പതന സ്ഥാനം എവിടെയാണെന്നറിയാമോ? വേമ്പനാട്ട് കായലിലാണ്. കേട്ടോ, പെരിയാർ പതിക്കുന്ന എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. കേട്ടോ, പെരിയാർ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന്, പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഇടുക്കിയും എറണാകുളവുമാണ്. പെരിയാർ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കിയും എറണാകുളവുമാണ്. കേട്ടോ, അതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? പെരിയാർ നദിയിലാണ്. കേട്ടോ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. കേട്ടോ, അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണെന്നറിയാമോ? പെരിയാറാണ്. കേട്ടോ, ഒരിക്കലും മറന്നു പോകരുതേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ്. കേട്ടോ, അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ഏതാണെന്നറിയാമോ? പെരിയാറാണ്. കേട്ടോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേട്ടോ, അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്നറിയാമോ? പെരിയാറാണ്. കേട്ടോ, ഇത്രയുമാണ് നമുക്ക് സാധാരണ പെരിയാറിനെ കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. നമുക്കത് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കേട്ടോ, പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ് അല്ലെ. ഉത്ഭവിക്കുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് നമ്മൾ കണ്ടായിരുന്നത് അല്ലെ. അതുപോലെ അതിന്റെ പതന സ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ കണ്ടത്? വേമ്പനാട്ട് കായലാണ് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വേമ്പനാട്ട് കായലിലാണ് അവസാനിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ കണ്ടു അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെട്ടിരുന്ന പേര് ചൂർണി എന്നാണ് അല്ലെ. അതുപോലെ ശങ്കരാചാര്യൻ പെരിയാറിനെ വിളിച്ചിരുന്ന പേര് പൂർണ്ണ എന്നായിരുന്നു നമ്മൾ കണ്ടു അല്ലെ. അതുപോലെ പെരിയാറിന്റെ മറ്റൊരു പേരാണ് ആലുവാപ്പുഴ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അതുപോലെ നമ്മൾ കണ്ടായിരുന്നു പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും എറണാകുളമാണ് അല്ലെ. അതിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് നമ്മൾ കണ്ടു അല്ലെ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ് അല്ലെ. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ അല്ലെ. അതുപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഏത് തന്നെയാണ്? പെരിയാറാണ് അല്ലെ. ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു.